blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് നിങ്ങളുടെ ദിവസം, നിങ്ങളുടെ ജീവിതം കർത്താവ് ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റും. അതിനുള്ളതെല്ലാം ഈ പ്രോഗ്രാമിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ആദ്യമേ ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, കൊല്ലംകോട് എന്നുള്ള വിജയന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വൈഫ് ശ്രീമതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ വിമൽ, വിപിൻ, വിനീഷ്, അവർക്കെല്ലാം നല്ല ആരോഗ്യത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു വലിയ അനുഗ്രഹത്തെ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ തലശ്ശേരിയിൽ നിന്നും രേഷ്മ സജീവിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവ് സജീവിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മൂക്കടപ്പിൻ്റെ പ്രശ്നത്തിൽ നിന്നും അലർജിയിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവ് തനിക്ക് നൽകണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തിരുവനന്തപുരത്ത് നിന്നും രേണുക ജയകുമാർ ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകൾ അഗസ്റ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് കർത്താവെ നീ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇന്നത്തെ 3 പാർട്ട്നേഴ്സിനെയും കർത്താവെ തിരുനാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പിറവം ജൂൺ 9 വെള്ളിയാഴ്ച, മാം ഓഡിറ്റോറിയം, ദേവിപ്പടിക്ക് സമീപം, പിറവം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 10 ശനിയാഴ്ച, നികുഞ്ചം ഓഡിറ്റോറിയം, സപ്ലൈകോ സ്റ്റോറിന് സമീപം, മേലങ്കോട്, നെടുമങ്ങാട്. നിങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞുകിടക്കുന്ന ആത്മീയ വാതിലുകൾ തുറക്കുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഓപ്പൺ ഹെവൻ 2017. ദൈവവചനത്തിൽ നിന്നുമുള്ള ശക്തിയേറിയ വചന സന്ദേശങ്ങൾ. Even the people whom you love the most has deserted you. No problem. Even in that situation, Jesus can understand you and he will come to you and he will deliver you. ദൈവിക സാന്നിധ്യത്താൽ നിറഞ്ഞ ആത്മീയ ആരാധന, ദൈവത്തിന്റെ അഭിഷക്തന്മാർ നയിക്കുന്ന ശക്തിയേറിയ പ്രാർത്ഥനാവേളകൾ. സ്ഥലം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. തീയതി ജൂൺ 12 മുതൽ ജൂൺ 18 വരെ. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8:30 വരെ. ദൈവരാജ്യത്തിന്റെ കെട്ടുറപ്പിനായി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ 7 ദിനങ്ങൾ. എല്ലാ ആഴ്ചയും ഇവിടെ വരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ബ്ലെസ്സിംഗ് ആയിരിക്കുന്നത്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. In the most desperate situation, God can pour out His Spirit, and from that Spirit, there will be a ministry coming forth. ഏറ്റവും നിരാശയേറിയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് തന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാൻ കഴിയും. ആ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു വലിയ ശുശ്രൂഷയുമായി എഴുന്നേറ്റ് വരുവാൻ കഴിയുന്നതാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Many years back, there was a restaurant. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. And the restaurant owner set up a clock at the window facing the road so that all the pedestrians could see the clock. ആ റെസ്റ്റോറൻറ്റ് ഉടമ ഒരു ക്ലോക്ക് അതിൻ്റെ വാതിലിൻ്റെ മുൻപിൽ വെച്ചു. കാൽനടക്കാരായിരിക്കുന്ന ആളുകൾക്കെല്ലാം അത് അങ്ങനെ നോക്കുമ്പോൾ ആ ക്ലോക്ക് കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. So he set up a clock in the window. ജനലിൽ അദ്ദേഹം ആ ക്ലോക്ക് അത് ഘടിപ്പിച്ചു. And it was facing the road. അത് റോഡിനെ ആണ് അത് നോക്കുന്നത്. So this clock was running. ആ ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. One day it stopped. ഒരു ദിവസം അത് നിന്നു. Around 12 o'clock. 12 മണിയായപ്പോഴാണ് നിന്നത്. The next day, അടുത്ത ദിവസം many people were passing. അവിടെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. They looked at the clock. അവർ ആ ക്ലോക്കിലേക്ക് നോക്കി.
It's just 12 o'clock. ഇത് 12 മണിയായിരിക്കുന്നു. I'm hungry. I want to eat something. എനിക്ക് 12 മണി, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും Get കഴിക്കണം, me something. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരിക. They started to eat. It was only 10 o'clock in the morning. അത് 10 മണിയായി, രാവിലെ 10 മണിയായിട്ടുള്ളായിരുന്നു. But they thought that it was 12 o'clock. അവർ ചിന്തിച്ചു അത് 12 മണിയായിരിക്കും. And they felt hunger. അവർക്ക് വിശപ്പ്, അവർ ഭക്ഷണം കഴിക്കാൻ. Another group passed by. അടുത്ത ആളുകൾ വരികയാണ്. It was only 10:45. അത് 10:45 They ആയുള്ളൂ. looked at the clock. അവർ ആ ക്ലോക്കിലേക്ക് നോക്കി. It's 12 o'clock. 12 മണിയായിരിക്കുകയാണ്. Let's eat something. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. They also came. അവരും വന്നു. Another group came. അടുത്ത സംഘം വന്നു. So all of them thought it was 12 o'clock and they felt hunger. അവരെല്ലാവരും ചിന്തിച്ചു ഇത് 12 മണിയായിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വിശക്കുവാൻ. So a friend of the owner of the restaurant came. ആ റെസ്റ്റോറന്റ് ഉടമയുടെ കൂട്ടുകാരൻ വന്നു. He noticed that the clock was dead. അവൻ മനസ്സിലാക്കി ഈ ക്ലോക്ക് അത് നിശ്ചലമായിരിക്കുന്നു, ചത്തിരിക്കുകയാണ്. And he said, hey guy, what is happening? This is not running. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഇത് നടക്കുന്നത്, ഇത് ഓടുന്നില്ലല്ലോ, Wind the clock. അതൊന്ന് കീ കൊടുക്കുക. He said, no, I'm not going to do that. ഞാനത് അങ്ങനെയൊന്നും ചെയ്യാൻ I'm getting a very good business here. എനിക്ക് നല്ലൊരു ബിസിനസ് ഇതിലൂടെ Because ലഭിക്കും. even from the morning people are coming and eating. രാവിലെ മുതൽ തന്നെ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. So that timing, the sense of timing created a hunger in people. ആ സമയത്തെ പറ്റിയുള്ള ബോധ്യം ആളുകളുടെ ഉള്ളിൽ വിശപ്പിനെ ഉളവാക്കുകയാണ്. We should also have some mechanism to arouse hunger, spiritual hunger in us so that God can fill us. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ വിശപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. Many believers are full and satisfied. God cannot feed them anymore. ഒത്തിരി വിശ്വാസികളും അവർ നിറഞ്ഞ് അവർ തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് ഒരിക്കലും അവരെ നിറയ്ക്കുവാൻ കഴിയാത്തവണ്ണം അവരിരിക്കുകയാണ്. But Jesus says, blessed are those who hunger and thirst for righteousness, for they will be filled. യേശു കർത്താവ് പറഞ്ഞു, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തി അടയാൻ പോകുകയാണ്. Shout hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? Hallelujah. ഹല്ലേലൂയ. Acts chapter 2. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. We see 120 people there. അവിടെ 120 പേരെ നമ്മൾ അവിടെ കാണുകയാണ്. A very small room. അത് വളരെ ചെറിയൊരു മുറിയാണ്. And all of them are crammed into that hall. അവിടെ എല്ലാവരും തിങ്ങിക്കൂടിയിരിക്കുകയാണ് ആ മുറിക്കകത്ത്. And they were praying. അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Look at me please. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ What were they praying for 10 days? അവർ 10 ദിവസം എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? Can you imagine? നിങ്ങൾക്കത് ചിന്തിക്കുവാൻ കഴിയുമോ? Peter is praying, Philip is praying, Thomas is praying, Mother Mary is there, Mother Mary is praying. Say few other women were there, they were praying. What were they praying? അവിടെ പത്രോസ് പ്രാർത്ഥിക്കുന്നു, ഫിലിപ്പോസ് പ്രാർത്ഥിക്കുന്നു, തോമസ് പ്രാർത്ഥിക്കുന്നു, മറിയ അവിടെയുണ്ട്, മറിയ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്ക് പറയാം അവരെന്താണ് പ്രാർത്ഥിച്ചത്? They were not praying for visa, they were not praying for PR, they were not praying for marriage or house construction. All of them in one accord, they were praying for the Holy Spirit. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിസയ്ക്ക് വേണ്ടിയോ PR-ന് വേണ്ടിയോ വിവാഹത്തിന് വേണ്ടിയോ വീടിൻ്റെ പണിക്ക് വേണ്ടിയോ ഒന്നിനു വേണ്ടിയല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The Bible says all of them were in one accord praying for the promise from the Father. അവരെല്ലാവരും ഒരുമനപ്പെട്ട് പിതാവിൽ നിന്ന് പ്രാപിച്ച വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Maybe in my opinion they were the most hungry people in all human history praying for the advent of the Holy Spirit. ഞാൻ വിശ്വസിക്കുന്നത് ഈ മാനവ ചരിത്രം മൊത്തം എടുത്തു നോക്കിയാൽ അതുപോലെ ആത്മീകമായ ദാഹത്തോടുകൂടെ പ്രാർത്ഥിച്ച ഒരു പറ്റം ജനക്കൂട്ടം വേറെ ഉണ്ടാകുകയില്ല. Hallelujah. Hallelujah. 120 people,
all of them were hungry, crazy, hungry bunch of people. അവിടെ 120 പേരെല്ലാം അവരെല്ലാം ഒരു ദാഹത്തോടുകൂടെ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Maybe they were not eating anything, they were fasting. ഒരുപക്ഷെ അവരൊന്നും കഴിക്കുന്നുണ്ടാവില്ല, അവർ ഉപവാസത്തിലായിരിക്കാം. Day in and day out for 10 days they were praying for the Holy Spirit to come. രാത്രിയും പകലും മുഴു ദിവസവും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. And you know what happened? എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? On the 10th day. 10ാമത്തെ ദിവസം. പറഞ്ഞേ 10ാം ദിവസം. 10ാം ദിവസം. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ടുഡേയുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം ഒന്ന് ദൈവമാണെങ്കിൽ, രണ്ടാമതായി ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേയുടെ പാർട്ട്നേഴ്സാണ്. ഒത്തിരി പേർ ഇതിൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ പാർട്ട്നേഴ്സായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ ബ്ലെസ്സിംഗ് ടുഡേ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ 422133 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു മിസ്ഡ് കോൾ നൽകുക. തിരികെ അവർ നിങ്ങളെ വിളിച്ച് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും. മാത്രമല്ല, അങ്ങനെ ഒരു പാർട്ട്ണറായി മാറുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, വിവിധ പാർട്ട്ണർഷിപ്പ് പ്രിവിലേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഈ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. 10th day the Holy Spirit came. 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. And you know what happened? എന്ത് സംഭവിച്ചു The നിങ്ങൾക്കറിയാമോ? Holy Spirit came like a mighty wind. പരിശുദ്ധാത്മാവ് ശക്തിയേറിയ ഒരു കാറ്റിന്റെ രൂപത്തിൽ വരികയാണ്. Hallelujah. Hallelujah. And not only that, tongues of fire came and settled down in each one of the 120 people. അത് മാത്രമല്ല, അഗ്നിയുടെ തീനാവുകൾ അവിടെ ഇരുന്ന 120 പേരുടെ മേൽ വന്ന് വസിക്കുകയാണ്. Not one tongue of fire, but 120 tongues of fire came and settled down upon the 120 people. ആ ഒരു നാവ് വന്ന്, അഗ്നിനാവ് വന്ന് അവരുടെ എല്ലാവരുടെ മേലും വരികയല്ല, 120 വ്യത്യസ്തങ്ങളായ അഗ്നിയുടെ തീനാവുകൾ അവിടെ ഇരുന്ന ഓരോ വ്യക്തികളുടെ മേലും വന്ന് അവിടെ പതിക്കുന്നതായിട്ടാണ് കാണുന്നത്. Hallelujah. Hallelujah. Peter had one flame. ആ പത്രോസിന് ഒരു Andrew had another flame. അന്ത്രയോസിന് ഒരു അഗ്നിനാവ് ഉണ്ടായിരുന്നു. Mother Mary had another flame. ആ മേരിക്ക് ഒരു അഗ്നിനാവ് Thomas ഉണ്ടായിരുന്നു. had another flame. തോമസിന് ഒരു അഗ്നിനാവ് ഉണ്ടായിരുന്നു. Everybody had a particular flame coming upon them. അവരുടെ മേലല്ല, ഓരോ വ്യക്തികളുടെ മേലും അവരുടെ മേൽ ഒരു പ്രത്യേക അഗ്നിനാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? The Bible says there are different kinds of ministries but one spirit. ആ ബൈബിൾ പറയുന്നു വിവിധ തരത്തിലുള്ള ശുശ്രൂഷയുണ്ട്, പക്ഷേ ആത്മാവ് ഒന്നാകുന്നു. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? One more shout of hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാലും. Now these 120 people were so hungry. ഈ 120 പേർ വളരെയധികം ദാഹത്തോടു കൂടി They ഇരിക്കുകയാണ്. were so desperate and frustrated in their lives. അവരുടെ ജീവിതത്തിൽ വളരെയധികം ആ ആത്മാവിന് വേണ്ടി വളരെയധികം ആഗ്രഹത്തോടു കൂടി അവിടെ In ഇരിക്കുകയാണ്. their life they were so disappointed, desperate and frustrated because Jesus had been crucified. There was a vacuum and so many unwanted things happened in their lives. അവരുടെ ജീവിതത്തിൽ വളരെയധികം നിരാശയിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ അവരായിരിക്കുകയാണ്. കാരണം യേശു കർത്താവ് അവരെ വിട്ടു പോയിരിക്കുകയാണ്. ഒരു വലിയൊരു ശൂന്യത അവിടെയുണ്ട്, ഒരു നാഥനില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വളരെയധികം നിരാശയിൽ അവരായിരിക്കുകയാണ്. Can I tell you something so great this morning? ഇന്ന് രാവിലെ വലിയൊരു കാര്യം, വലിയൊരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. If you are disappointed in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശയിലാണെങ്കിൽ, if you are desperate in your life, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം if you are വിഷമത്തിലൂടെ frustrated in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, that is where a ministry starts. അവിടെയാണ് നിങ്ങളുടെ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഷൈജു ബ്രദറെ ഒന്നുകൂടെ പച്ച മലയാളത്തിൽ അത് പറയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പരാജയത്തിൽ, പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. Moses started a ministry
in such a desperate situation. മോശ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് അതുപോലെ ഒരു വിഷമകരമായ അവസ്ഥയിൽ നിന്നാണ്. Moses never started his ministry from success, but he started his ministry from failure and frustration. മോശ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു വിജയത്തിൽ നിന്നല്ല. മോശ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് പരാജയങ്ങളിൽ നിന്ന്, തോൽവികളിൽ നിന്നാണ് മോശ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. If Moses was the greatest leader in the Old Testament, let me tell you, brothers and sisters, you have hope if you are going through a desperate situation in your life. ആ മോശ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നയിക്കുന്ന നേതാവായി അദ്ദേഹം മാറിയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് അതുപോലെയുള്ള നിരാശയുടെ, പ്രയാസങ്ങളുടെ, പരാജയത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Brother, I am in full of debts in my life. ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കടമാണ്. Wherever I go, I see only failure. ഞാൻ എവിടെ പോയാലും എൻ്റെ ജീവിതത്തിൽ പരാജയം മാത്രമേ ഞാൻ From കാണുന്നുള്ളൂ. out of that desperate situation, if you cry, hunger and thirst for righteousness of God, that is where God starts a ministry in you. ആ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്റെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്. Another great leader that we can find in the Old Testament is Nehemiah. മറ്റൊരു വലിയ നേതാവ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നെഹമ്യാവാണ്. When Nehemiah was working in the court, in the palace of the king, നെഹമ്യാവ് ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി his ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ brother Hanani came with a bad news. അവന്റെ സഹോദരൻ ഹനാനി ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് അവന്റെ The അടുക്കൽ walls വന്നത്. of Jerusalem were burnt and it was demolished and there was no wall around Jerusalem city. യെരുശലേം പട്ടണത്തിന്റെ മതിലുകൾ അത് തീയിട്ട് നശിപ്പിച്ച് അത് തകർത്ത് More കളഞ്ഞിരിക്കുകയാണ്. than 120 years, nobody rose up to build that wall. 120 വർഷത്തോളമായി ആരും എഴുന്നേറ്റ് ആ മതിലുകൾ അത് പണിതിട്ടില്ല. Nehemiah started crying. Nehemiah നെഹമ്യാവ് started crying. കരയുവാൻ തുടങ്ങി. He started crying for 4 months. അവൻ 4 മാസത്തോളം കരയുവാൻ തുടങ്ങി. From out of that frustration, the Holy Spirit gave him a ministry. ആ അവന്റെ നിരാശയുടെ ആ ഘട്ടത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ദൈവം അവനൊരു വലിയ ശുശ്രൂഷ കൊടുക്കുകയാണ്. Within 52 days, he built up the whole Jerusalem wall. 52 ദിവസത്തിനുള്ളിൽ അവൻ യെരുശലേമിന്റെ ആ മതിലുകൾ പൂർണ്ണമായും അതിന്റെ പണികൾ കഴിപ്പിക്കുകയാണ്. Hallelujah. Hallelujah. When you see sins coming up, increasing everywhere, നീ പാപം എല്ലായിടത്തും ഉയർന്നു വരുന്നത് നീ കാണുകയാണെങ്കിൽ, if you have something here, down here, if you feel something here, you have a ministry. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് എന്തെങ്കിലും നിനക്ക് തോന്നുകയാണെങ്കിൽ നിനക്ക് ഒരു ശുശ്രൂഷയുണ്ട്. When you see sick people, if something is stirred up here, you have a ministry. ആ രോഗികളായ ആളുകളെ കാണുമ്പോൾ നിന്റെ അകത്ത് എന്തൊക്കെയോ നുരഞ്ഞു പൊങ്ങുകയാണെങ്കിൽ നിനക്ക് ഒരു ശുശ്രൂഷയുണ്ട്. Hallelujah. Hallelujah. In the most desperate situation, God can pour out His Spirit, and from that Spirit, there will be a ministry coming forth. ഏറ്റവും നിരാശയേറിയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് തന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാൻ കഴിയും. ആ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു വലിയ ശുശ്രൂഷയുമായി എഴുന്നേറ്റ് വരുവാൻ കഴിയുന്നതാണ്. Whatever your situation in life is today, that doesn't matter. Are you hungry for God? നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു ചോദ്യം മാത്രം ഇതാണ്: നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വ്യക്തിയാണോ? If you are hungry, lift your hands and shout, I am hungry, Lord. നിങ്ങൾ വിശക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദാഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിനോട് പറഞ്ഞേ, ദൈവമേ എനിക്ക് വിശക്കുന്നുണ്ട്. Hallelujah. Hallelujah. I'm hungry for you, Lord. കർത്താവേ, അങ്ങയ്ക്കായി ഞാൻ ദാഹിക്കുകയാണ്, I'm hungry for വിശക്കുകയാണ്. the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ്. I'm hungry for a revival. ഒരു ഉണർവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. Lift up your hands and scream out, Lord, I'm hungry for you. ആ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, കർത്താവേ, ഞാൻ അങ്ങയ്ക്കായി എനിക്ക് ദാഹിക്കുകയാണ്, അങ്ങയ്ക്കായി ഞാൻ ദാഹിക്കുകയാണ്. Say hallelujah. Hallelujah. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഈ സഹോദരിയുടെ അകത്ത് ഇങ്ങനെ പറയായിരുന്നു, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. സഹോദരി പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ഭവനം പോലെ കർത്താവ് ഞങ്ങളുടെ കൈ കൊണ്ടു തന്നു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഒരു ഭവനമില്ലാതിരിക്കുകയായിരുന്നു.
അപ്പോൾ ഒരു ഭവനത്തിന് വേണ്ടിയിട്ട് ഇവർ നെട്ടോട്ട് ഓടുകയായിരുന്നു. പലയിടങ്ങളിൽ അന്വേഷിച്ചു. എന്നാൽ ഇവർ ഉദ്ദേശിക്കുന്ന ഇവരുടെ ബഡ്ജറ്റിൽ തികയാത്ത വണ്ണം വലിയ ബഡ്ജറ്റൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം നമ്മുടെ മിഷൻ സൺഡേ ആയിരുന്നു. മിഷൻ സൺഡേയിൽ എല്ലാ ഞായറാഴ്ചയും നമ്മളൊരു സ്പെഷ്യൽ ഓഫറിങ് എടുത്തിരുന്നു. ഈ ഓഫറിങ്ങിൻ്റെ സമയത്ത് ഓരോ ഞായറാഴ്ചയും ഇവരുടെ കുടുംബം മുഴുവനായും വന്ന് ഓരോ ഓഫറിങ്ങിലും കൈ നിറച്ച് കർത്താവിന് വേണ്ടി കൊടുത്തു. എന്നാൽ അവസാനത്തെ ഞായറാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ സഹോദരിയുടെ അകത്ത് ഇങ്ങനെ പറയുമായിരുന്നു, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട, നീ ഒന്നിനു വേണ്ടിയും കരുതി വെക്കുകയും വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ കരുതിക്കൊള്ളാം, നിൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ഇടാൻ എന്നുള്ള രീതിയിലൊരു പ്രേരണ അകത്ത് വന്നു എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് ഈ സഹോദരിയും ഭർത്താവും കുഞ്ഞുങ്ങളും കൈ നിറച്ച് ആ ദിവസം അവരിലുണ്ടായത് മുഴുവനും അന്നുകൊണ്ട് ഇട്ടു. പിറ്റേ ദിവസം ഇവരുടെ വീട്ടിലൊരാൾ വന്നു. ഇവർക്ക് വേണ്ടി ഒരു ഭവനം പറഞ്ഞുകൊണ്ടിട്ടൊരു ആൾ വന്നു. ഇവർ പോയി നോക്കി. സഹോദരി പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചൊരു ഭവനം പോലെ. അനേകം ഭവനങ്ങൾ ഞങ്ങൾ പോയി കണ്ടു, വീടുകൾ പോയി കണ്ടു, സെപ്പറേറ്റ് വില്ല പോയി കണ്ടു, എങ്കിലും ഞങ്ങൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഒന്നും ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ കൈ കൊണ്ടു തന്നു. ഏറ്റവും രസമല്ല, ഇതിനിടയിൽ ഒരു ബ്രോക്കറേജ് ഇല്ല, യാതൊരുവിധ പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാം വളരെ സുതാര്യമായി വളരെ സുഗമമായി കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി കർത്താവ് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്. നല്ലൊരു വീട് കർത്താവ് കൊടുത്തു. 128 സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ വീട് പണിയുകയാണെങ്കിൽ പണിയുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടാകില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ കർത്താവിൻ്റെ കൈകളിലേക്ക് അത് സമർപ്പിച്ചപ്പോൾ കർത്താവായിട്ട് ഏറ്റവും നല്ലത്, ഏറ്റവും മെച്ചപ്പെട്ടത് കൊടുത്തു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഡയമണ്ട് ബ്രദർ എപ്പോഴും പറയാറുണ്ട്, നമ്മളായിട്ട് എന്തെങ്കിലും തേടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനൊരു പരിധിയില്ലാത്തത് കൊണ്ട് അവൻ എനിക്ക് തരുമ്പോൾ ഏറ്റവും നല്ലത് മാത്രമേ തരുകയുള്ളൂ. കർത്താവ് ഒരു വീട് തന്നവൻ്റെ ചിലവ് തരണം. നമുക്ക് ഒരു നിമിഷം കൈകൾ നീട്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ സഹോദരി അനുഗ്രഹിക്കുന്ന കൊടുത്ത വീടിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഭവനമില്ലാത്ത അനേകർ ഇവിടെ ഉണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത്, കൂടുതൽ മുറികളുള്ളത്, ഏറ്റവും നല്ല സ്ഥലത്ത് അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പിറവം ജൂൺ 9 വെള്ളിയാഴ്ച, മാം ഓഡിറ്റോറിയം, ദേവിപ്പടിക്ക് സമീപം, പിറവം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 10 ശനിയാഴ്ച, നികുഞ്ചം ഓഡിറ്റോറിയം, സപ്ലൈകോ സ്റ്റോറിന് സമീപം, മേലങ്കോട്, നെടുമങ്ങാട്. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചിലത് ചെയ്യും. ജസ്റ്റ് ബിലീവ്. കർത്താവെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ പ്രവൃത്തി ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. സ്മോക്കിംഗ് ഹാബിറ്റിൽ നിന്നും ചില വ്യക്തികൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതുകൂടാതെ ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നത് ചില യുവാക്കന്മാർ സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്ത് ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന, ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾക്ക് എന്നെ വിടുതൽ വേണമെന്ന് ആവശ്യമുണ്ട്. ബട്ട് യു ആർ അഡിക്റ്റഡ് ടു ദാറ്റ്. പക്ഷേ ബന്ധനസ്ഥരെ സ്വതന്ത്രമാക്കാൻ വന്ന യേശു നിങ്ങളെ ഇന്ന് സ്വതന്ത്രമാക്കുകയാണ്. അതിൽ തന്നെ ബൈജു എന്ന പേരുള്ള ഒരു മോനെ കർത്താവ് ഈ സമയത്ത് വിടുവിക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം ആ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ചില സഹോദരിമാരെ കർത്താവിനെ കാണിക്കുന്നത് ബ്രസ്റ്റിനകത്തുള്ള ലംബുകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും അത് മാറിപ്പോട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിവിധ രീതിയിലുള്ള വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. തലച്ചോറിലുള്ള ചില പ്രയാസങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹാർട്ടിൻ്റെ വാൽവുകളിലുള്ള ബ്ലോക്കുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കൊളസ്ട്രോൾ ലെവൽ വളരെ ഹൈ ആയിട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കൂടാതെ അപസ്മാര രോഗികൾ ഈ സമയത്ത് സൗഖ്യമാണ്. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്കറിയാൻ കഴിയുന്നൊരു കാര്യം, ഒരേ സമയത്ത് ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്.
യു ക്യാൻ ബി വൺ എമംഗ് ദാറ്റ് പേഴ്സൺ. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. നട്ടലിൻ്റെ പ്രയാസങ്ങൾ മാറട്ടെ. അതുപോലെ വെരിക്കോസ് വെയിൻ എന്ന രോഗം, പൈൽസ് രോഗം, ഇതെല്ലാം സൗഖ്യമാകട്ടെ. ഞാൻ നിങ്ങളുടെ രോഗവിവരമോ നിങ്ങളുടെ പേരോ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശു നിങ്ങളെ സ്പർശിക്കും. കർത്താവെ, ഏത് പ്രയാസത്തിലും ഏത് വ്യക്തിയെയും അങ്ങ് തൊട്ട് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനം നൊന്ത് കരയുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഈ ആഴ്ചയിൽ വെള്ളി ശനി ദിവസങ്ങൾ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് നിങ്ങളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരിക്കും. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഇതിനു മുമ്പ് ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വന്ന് അത് റിപ്പോർട്ട് ചെയ്യുക. അത് ഒത്തിരി പേർക്കൊരു അനുഗ്രഹമായിരിക്കും. എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്നൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേർക്ക് അതിന്നൊരു അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആശിഷമാരി എന്നൊരു മറ്റൊരു പുസ്തകം, ദൈവപ്രസാദം എന്ന മറ്റൊരു പുസ്തകം, വിന്നേഴ്സ് ഫാക്ടറി, തടസ്സങ്ങളെ തറക്കി, ഈ പുസ്തകങ്ങളെല്ലാം അവൈലബിളാണ്. നിങ്ങൾക്ക് ഓൺലൈനായി അത് കരസ്ഥമാക്കാം. തപാൽ മാർഗം അത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ടുഡേയുടെ വെബ്സൈറ്റ് ഇന്ന് തന്നെ സന്ദർശിക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പാർട്ടായി മാറുക. ബ്ലെസ്സിങ് ടുഡേയുടെ സോഷ്യൽ മീഡിയ, ഇതെല്ലാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി തരുമോ. നാളെ നമുക്ക് വീട്ടിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.